സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോണാണ് സാംസങ് M34 5G. ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇനി ഇതിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചറാണ് ആൻഡ്രോയിഡ് 13 ബേസായ 1 UI സോഫ്റ്റ്വെയർ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത 5 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ നൽകിയിട്ടുണ്ട്. അടുത്തതായി ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ 3 ക്യാമറകളാണ് മെയിനായിട്ട് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും അതുപോലെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഫോണിൽ 6000 mAh ബാറ്ററിയും അത് ചാർജ് ചെയ്യാനായിട്ട് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. 1280 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് 6GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഹയർ വേരിയൻറ്റ് 8GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ LPDDR4Xൻ്റെ റാമും 2FX 2.2 സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുവാനായിട്ട് ഹൈബ്രിഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരേ സമയം ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ ഒരേ സമയം 2 സിം കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. വിർച്വൽ റാം ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. NFC സപ്പോർട്ടും നോക്ക് സെക്യൂരിറ്റിയും ഡോൾബി അറ്റ്മോസും നൽകിയിട്ടുണ്ട്. പിന്നെ 3.5mm ഒരു ഓഡിയോ ജാക്കാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ amoled ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 1000 nitsൻ്റെ ബ്രൈറ്റ്നസ്സും അതുപോലെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഫോണിൻ്റെ പോരായ്മകളെ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ടാണ്. പക്ഷേ ഇന്ന് ഈ പ്രൈസ് റേഞ്ച് വരുന്ന പല സ്മാർട്ട് ഫോണുകൾക്കും പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് വരുന്ന പല സ്മാർട്ട് ഫോണുകളിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് സെപ്പറേറ്റ് വാങ്ങണം. ഈ ഫോൺ 2 കളർ വേരിയൻറ്റിലാണുള്ളത്. ഒന്ന് സിൽവർ കളറും ഒന്ന് ഡാർക്ക് ബ്ലൂ കളറുമാണുള്ളത്. ഇനി അടുത്തതായിട്ട് ഫോണിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ 6GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് 18,999 രൂപ. പിന്നെ 8GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് 20,999 രൂപ. ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.